ഹായ് ഗൈസ്, ഹൗസ് ബോട്ടിലെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിജയലക്ഷ്മി ഹൗസ് ബോട്ടിലുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിജയലക്ഷ്മി ഹൗസ് ബോട്ടിലാണ് പോയത്. 1 ഡേ സ്റ്റേ ചെയ്ത് വേമ്പനാട്ടുകായലിൻ്റെ ഭംഗി ആസ്വദിച്ച് നല്ല ടേസ്റ്റി ഫുഡുകൾ കഴിച്ച് അടിച്ചു പൊളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കപ്പിൾസൊക്കെ വിജയലക്ഷ്മി ഹൗസ് ബോട്ടിലേക്ക് പോരുക കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോസിലേക്ക് പോയാലോ. അപ്പം നമുക്ക് ഹൗസ് ബോട്ടിലെ കിച്ചണിലേക്ക് ഒന്ന് പോവാം. കൊതിപ്പിക്കുന്ന സ്മെല്ല് കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ ദാ പോർക്ക്. ചൂടായ കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുനുകുന അരിഞ്ഞ വെളുത്തുള്ളിയും സവാളയും ഇട്ട് കൊടുത്ത 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഷെഫിനോട് ഞാൻ ചോദിച്ചു, നമ്മൾ എന്താണ് അടുത്തായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എനിക്കൊന്ന് കുക്ക് ചെയ്യാൻ ഒരു അവസരം തരൂ. അകന്ന് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞിട്ട ശേഷം ഷെഫ് പറഞ്ഞു, ഇതാ ഏറ്റെടുത്തോളൂ കുക്കിംഗ്. കേട്ടപാടെ അടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടമറിച്ചെടുത്തു ഞാൻ അങ്ങ് തുടങ്ങുകയായി. കറിവേപ്പില ഇട്ടു. ഇനി അങ്ങ് ഇളക്കി കൊടുക്കുവാണേ. എപ്പോഴത്തെയും പോലെ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ച് പതുക്കെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള 2 ഷെഫുമാരുടെ ഇടയിൽ തന്നെ നിന്ന് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കില്ലാതില്ല. കുക്കിങ്ങിൽ എന്നെ ആശ്ചര്യപ്പെടുത്തൊരു സംഭവം എന്താണെന്നറിയാവോ, നമ്മളിങ്ങനെ ഓരോ ടീസ്പൂണ് കണക്കൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഇവർ കൈക്കണക്കില്ല കേട്ടോ. 40-40 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിടുവല്ലേ. ഞാനൊന്ന് വഴറ്റി നിന്ന സമയത്ത് 1/2 മിനിറ്റ് പോലും എടുക്കാതെ ദാ കുനുകുനാന്ന് ടപ്പം നിറഞ്ഞ തക്കാളി എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുവാണ് കേട്ടോ. നമുക്ക് നൈറ്റിലോട്ടുള്ള എല്ലാ ഫുഡ് തന്നെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യണമെന്നൊരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് കടമറിച്ചാണ്. അപ്പോൾ കടമറിച്ചാണെങ്കിൽ കടമറിച്ച് അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് ഷെഫിൻ്റെ സപ്പോർട്ടുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഫുഡൊക്കെ മിച്ചം വരും. ആദ്യം എന്നെങ്കിൽ എടുക്കണേ. ഫ്രൈ ചെയ്യാനായിട്ട് ഇതേ ചിക്കൻ ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്നത് കണ്ട് ഇതിൻ്റെ കോട്ട് എന്താണ് ഷെഫ് എന്ന് ചോദിച്ചപ്പോൾ ഷെഫ് പറഞ്ഞു, സീക്രട്ടാണ്, ഞങ്ങളുടെ മാത്രം വിജയലക്ഷ്മി ഹൗസ് ബോട്ടിലെ സീക്രട്ടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷെഫ് പറഞ്ഞ അനുസരിച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി എന്നൊക്കെ പറയുന്നത് ടീസ്പൂണിൽ എനിക്ക് ടെൻഷനായിരുന്നു ഇത്രയും വേണമെന്ന്. ഇങ്ങനെ ഇട്ടോ എന്ന് പറയുന്നത് കേട്ട് ഞാൻ ടക്കടാന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇടുമായിരുന്നു കേട്ടോ. സമ്മതിക്കണം, കറക്റ്റ് കണക്കിൽ ഇങ്ങനെ എങ്ങനെ ആവുമല്ലേ. ഇതൊക്കെ അല്ലേ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതല്ലേ. എന്തായാലും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഈ 2 എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുക്കിൻ്റെ അടുത്ത് നിന്നുള്ള ഈ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത്. ഐ എം വെരി ഹാപ്പി. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഓയിൽ പേടിച്ചൊഴിക്കുകയാണ്. അങ്ങോട്ട് തട്ടിക്കളാനാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് ഓയിൽ ധാരാളം ഇട്ട് കൊടുത്തു. കുറച്ച് ഓയിൽ അധികം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു കേട്ടോ ഈ കറിക്ക്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടയംകാരുടെ മീൻകറിയെ സ്പെഷ്യലാക്കുന്നത് നമ്മുടെ കുടംപുളിയാണ്. വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. മൂക്ക് നമ്മുടെ എടുത്തോല്ലോ, മൂക്കൊന്ന് ആവേശം കയറി ഉരുട്ടി ഇപ്പൊ താഴോട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടമുരച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഗ്രേവിയിലേക്ക് കുറച്ച് വീതം ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ കടമുരച്ച് ഈ രീതിയിലാണോ പ്രിപ്പയർ ചെയ്യാറുള്ളത്? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമാണോ? എനിക്ക് കൂടുതലും ഇഷ്ടം മുരച്ച് കായില്ലേ കേട്ടോ. കടലിൽ നമുക്ക് അധികം അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നി കേട്ടോ. മുരച്ച് കൂടുതലും ഫ്രൈ ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് താല്പര്യം. കടമുരച്ചിന് അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ പീസുകളെല്ലാം തന്നെ ഒന്ന് ഗ്രേവിയിലേക്ക് മിക്സാക്കി കൊടുക്കാം.
മീൻകറിക്ക് കോമ്പിനേഷനായിട്ട് കപ്പ വേവിച്ചാണ് കേട്ടോ. കപ്പയും മീനും നല്ല കോമ്പിനേഷനാണല്ലോ. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, നന്നായിട്ടൊന്ന് വേവട്ടെ. അങ്ങനെ ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം 1-2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഷെഫ് തന്നിരിക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒന്നിട്ടിട്ട് വീണ്ടും വറ്റാനായിട്ട് ഒന്ന് മൂടി വെക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, അടിപൊളി. നമ്മുടെ കടമുരശ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ഉപ്പ് നോക്കുക കേട്ടോ. കറക്റ്റ് കൈക്കണക്കിലിട്ടുകൊണ്ട് ഉപ്പ് കറക്റ്റായിരിക്കുമെന്ന് ഷെഫ് പറയുന്നുണ്ട്. വാവ്, സൂപ്പർ. അപ്പോൾ എന്താ ബോട്ടിങ്ങിന് പോരുമല്ലേ? ഇതാ പിടിച്ചോ നമ്പർ, ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.